RSS നിയന്ത്രണത്തിലുള്ള സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ കൊണ്ട് കാൽ കഴുകിപ്പിച്ച സംഭവത്തിൽ രൂക്ഷ വിമർശനവുമായി CPIM രംഗത്ത്. എന്നാൽ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമത്തെ ന്യായീകരിക്കുകയാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. വിദ്യാർത്ഥികളെ ഉപയോഗിച്ച് അധ്യാപകരുടെയും BJP പ്രാദേശിക നേതാവിന്റെയും കാൽ കഴുകിപ്പിച്ചത് അങ്ങേയറ്റവും പ്രതിഷേധാർഹവും പുരോഗമന സമൂഹത്തിന് ചേരാത്തതുമാണെന്നാണ് ഉയരുന്ന വിമർശനം. വികസിത നേട്ടങ്ങളിലേക്ക് ചുവടുവെക്കുമ്പോൾ ആധുനിക മനുഷ്യരായി കുട്ടികളെ രൂപപ്പെടുത്തിയെടുക്കാനുള്ള ശ്രമത്തിനെയും ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നതെന്നും വിമർശകർ പറയുന്നു. ഗുരുപൂജ ഭാരതത്തിന്റെ സംസ്കാരമാണ്. സംസ്കാരം പിന്തുടരുന്നതിൽ വിവാദമുണ്ടാക്കുന്നത് എന്തിനെന്നുമാണ് ഗവർണർ രാജേന്ദ്ര ആർലേക്കറിന്റെ ചോദ്യം. Just today morning, I read one news item in the newspaper, and that it was disturbing. Some of the schools in our state, they perform Guru Puja. Guru Puja is our culture, and some people have objected to it. I don't understand from which culture these people are coming. ഗവർണറെ വിമർശിച്ച് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ രംഗത്തെത്തി. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തമസ്കരിക്കപ്പെട്ട ചാതുർവർണ്ണ വ്യവസ്ഥയുടെ ഭാഗമായുള്ള ആചാരരീതി തിരിച്ചുകൊണ്ടുവരാനാണ് RSS സംഘപരിവാർ ശ്രമമെന്നും ഗോവിന്ദൻ മാസ്റ്റർ കുറ്റപ്പെടുത്തി. കേരളത്തിൻ്റെ മതനിരപേക്ഷ ഉള്ളടക്കത്തെയും ജനാധിപത്യ അവബോധത്തെയും തകർക്കുന്ന ഫ്യൂഡൽ സംസ്കാരത്തിൻ്റെ ഭാഗമായി സനാതന ധർമ്മം എങ്ങനെയാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നതിൻ്റെ കൃത്യമായ പ്രയോഗമാണ് RSSകാരും സംഘപരിവാർ വിഭാഗവും പുതിയ തലമുറയെ കൊണ്ട് അടിമത്ത മനോഭാവം രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള ഈ ബോധപൂർവമായ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. കുട്ടികളെ കൊണ്ട് കാലു കഴുകിപ്പിച്ച വിഷയം വിദ്യാഭ്യാസ നിയമപ്രകാരം മാനസിക പീഡനമാണ്. കുറ്റക്കാരായവർ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ വകുപ്പ് 17(1) പ്രകാരം ഇത്തരം നടപടികൾ മെന്റൽ ഹരാസ്മെന്റിന്റെ പരിധിയിൽപ്പെടും. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർ ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരും. അധ്യാപകർ എങ്ങനെ നിലപാട് സ്വീകരിക്കുന്നു എന്നതിനെ അനുസരിച്ചായിരിക്കും വിദ്യാർത്ഥികൾക്ക് ബഹുമാനം തോന്നുകയെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പരിഹസിച്ചു. കുട്ടികൾക്ക് അധ്യാപകരോട് ബഹുമാനം ഉണ്ടാകുക അധ്യാപകർ എങ്ങനെ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതിനനുസരിച്ചാണ്. ഭ്രാന്താലയമെന്ന വിവേകാനന്ദൻ പറഞ്ഞ കാലത്തേക്ക് തിരിച്ചു പോകണമെന്ന് എന്തിനാണ് ഗവർണർ ശഠിക്കുന്നതെന്ന് ഡോക്ടർ TM തോമസ് ഐസക് ചോദിച്ചു. അതൊന്നും കേരളത്തിൽ അനുവദിക്കില്ലെന്നും വില പോകില്ലെന്നും തോമസ് ഐസക് പറഞ്ഞു. ഞങ്ങൾ ഈ സംസ്കാരമൊക്കെ തള്ളിക്കളഞ്ഞിട്ടാണ് കേരളം ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ടായിട്ടാണ്. എത്ര അടിയകലത്തിൽ ഓരോ ജാതിയും മറ്റു ജാതിയിൽ നിന്ന് മാറി നിൽക്കണമെന്ന് നിയമമുണ്ടായ സ്ഥലത്താണ്, ഭ്രാന്താലയം എന്ന് വിവേകാനന്ദൻ പറഞ്ഞ സ്ഥലത്താണ് അദ്ദേഹം വന്നിരിക്കുന്നത്. ഗവർണറെ വിമർശിച്ച് കോൺഗ്രസ് നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തിന് അപമാനമാണ് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ എന്ന് KC വേണുഗോപാൽ പറഞ്ഞു. ഗവർണർ ഇരുണ്ട യുഗത്തിലേക്ക് കേരളത്തെ നയിക്കുന്നുവെന്നും KC വേണുഗോപാൽ വിമർശിച്ചു. സംസ്ഥാനത്തിന്റെ ഗവർണർ ഇരുണ്ട യുഗത്തിലേക്ക് കേരളത്തെ നയിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യുക എന്ന് പറയുന്നത്. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.